ഓണം എന്ന് നമ്മൾ ഓർക്കുമ്പോൾ എപ്പോഴും ഓണക്കോടിയും പൂക്കളും സദ്യയൊക്കെയാണല്ലോ. അതിനോടൊപ്പം ഞാൻ NSDP എന്ന് പഠിച്ചത് യൂണിറ്റിയും നമ്മുടെ ടുഗെദർനെസ്സും കൈൻഡ്നെസ്സും ഒക്കെയാണ്. ഞാനൊരു 6 years ആയിട്ടേ ഉള്ളൂ ഇവിടെ ഈ സിറ്റിയിൽ വന്നിട്ട്. എന്നിട്ട് ഒരു March 31 ഞങ്ങളിവിടെ ഈ സിറ്റിയിലേക്ക് മൂവ് ചെയ്തത്. ഒരു 1st April ഞങ്ങളൊരു എന്താ പറയുക ഗസ്റ്റ് ആയിട്ടാണ് NSDPയുടെ വിഷുവിന് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ വന്നത്. പക്ഷേ NSDPയിലെ ഓരോരുത്തരുടെയും ഇൻക്ലൂസീവ്നെസ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. 6 years കൊണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി തന്നെയാണ്. ഒരു വ്യത്യാസം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈവൻ തുടങ്ങിയ കാലം മുതൽ തന്നെ എനിക്കറിയാം നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ മെമ്പേഴ്സാണ്. വളരെ സന്തോഷമുണ്ട് അത് കാണാൻ. നമുക്ക് ഒരുപാട് ടാലൻസും നമ്മുടെ ഗ്രൂപ്പിൽ കൂടി. അതോടൊപ്പം ഒരു 30 years മുന്നേ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഇവിടുത്തെ സീനിയേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു അസോസിയേഷനാണിത്. നമ്മൾ പുതിയ ആൾക്കാർ വന്നിട്ടും നമ്മൾ അതേ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്തിട്ട് നമുക്കത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നിങ്ങളെ സീനിയേഴ്സിനെ കണ്ട് വളർന്നിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നമ്മുടെ പുതുതലമുറ ഇത് കണ്ടിട്ടാണ് വളരുന്നത്. അവർക്ക് ആ ഒരു സാഹചര്യം നമ്മൾ വീണ്ടും വീണ്ടും ഒരുക്കി കൊടുക്കുകയാണ്. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. പിന്നെ ഹാപ്പി ഓൺ അഗെയിൻ. പിന്നെ NSDPയെ പറ്റി പറയുകയാണെങ്കിൽ ഈ 2024 നമ്മൾ കിക്ക് ഓഫ് ചെയ്ത് തന്നെ ഒരു ഫാമിലി നൈറ്റ് വെച്ചിട്ടാണ്. വളരെ നല്ല സഹകരണമായിരുന്നു ഓരോ മെമ്പേഴ്സിനെ. നമ്മളത് എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മളത് നടത്തി. അതൊരു വ്യത്യസ്തമായ ഒരു നൈറ്റായിരുന്നു. NSDPയിൽ ഒരിക്കലും കാണാത്ത ഒരു പുതിയ രീതിയിലുള്ളതായിരുന്നു. എല്ലാവരും അത് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ അങ്ങോട്ട് നമുക്ക് നമ്മുടെ വിഷു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വിഷു പ്രോഗ്രാം പിന്നെ നമ്മൾ ചെറിയ ചെറിയ ചാരിറ്റി വർക്ക്സ് ഒക്കെ നമ്മൾ ഈ വർഷം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇത്രയും ചെറിയ ഫാമിലിയാണ്. എനിക്കിപ്പം സ്റ്റേജിൽ വന്നിട്ട് പ്രസംഗിക്കാനൊന്നും വലിയ അറിയുന്ന ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കൊരു മടി തോന്നില്ല. കാരണം യു ആർ ഓൾ ഫാമിലി ടു മീ. അപ്പം നമ്മൾ ഈ ചെറിയ ഒരു അസോസിയേഷനിൽ നിന്ന് നമുക്കൊരു വലിയൊരു ഹെൽപ്പ് ഒരു ടൗണിങ് ടൗണിലുള്ള ഒരു എലിമെന്ററി സ്കൂളിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റി. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് നടന്നത്. ഞാൻ നേരിട്ട് അത് ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചാൽ നമ്മൾ ഇനിയും സമൂഹത്തിന് നമ്മൾ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ഒരു തോന്നലാണ് എനിക്കന്നുണ്ടായത്. കാരണം അത് ഞാൻ പറഞ്ഞൊരു ചെറിയ സഹായമാണ്. ഞങ്ങളൊരു ചെറിയ ഫാമിലി ഗ്രൂപ്പ് എന്ന്. പക്ഷെ അവർ പറഞ്ഞത് ദേ വർ സോ ഗ്രേറ്റ്ഫുൾ. അവർ പറഞ്ഞത് ഒരു ചെറിയ ഹെൽപ്പല്ല. 40-40ഓളം സ്റ്റുഡൻസിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു സ്കൂൾ സപ്ലൈസിൽ. അത് നമുക്ക് ചെറുതായിട്ട് തോന്നും, ബട്ട് ഇറ്റ് വാസ് ബിഗ് ഫോർ ദം. അതുപോലെ നമ്മൾ ഫിലി ഹൗസിൽ വോളണ്ടിയർ ചെയ്യാൻ പോയി. അഡൽസ് ആയിട്ട് അടുത്തത് നമ്മൾ കിഡ്സിനെയാണ് അടുത്തത് നമ്മളെ പ്ലാന് കമ്മിങ് അപ്പ്. പിന്നെ അടുത്ത് നമുക്ക് ബാങ്ക്വറ്റ് വരുന്നുണ്ട്, നമുക്ക് ഭജന വരുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെയും സപ്പോർട്ട് കൂടെ നമ്മളതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അതോടൊപ്പം എൻ്റെ എനർജറ്റിക്കും പിന്നെ എന്തൂസിയാസ്റ്റിക്കും ഹാർഡ് വർക്കിംഗ് ആയ എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഓരോരുത്തരും അവരുടെ ഓരോ ഐഡിയാസും ഇൻപുട്സും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ബെസ്റ്റ് കമ്മിറ്റിയാണ് നമുക്ക് 2024 എന്നത്. ഹാൻഡ്സ് ഓഫ് ടു ദം. അപ്പൊ ഞാനധികം പറഞ്ഞ് നീട്ടുന്നില്ല. വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ഇനി നമ്മുടെ ഈ ഒരു അസോസിയേഷൻ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഐഡിയാസോ സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ഹാപ്പി ഓണം അഗെയിൻ.